Welcome back to yet another video of Wisdom and Wonders. So ഇന്നത്തെ വീഡിയോയിൽ ചാപ്റ്റർ ഫസ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ അടുത്ത രണ്ട് ടോപ്പിക്സ് ആയ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്സും ഗ്ലാസ് ഇലക്ട്രോഡും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So moving on to our video, secondary reference electrodes. Standard hydrogen electrode is a primary reference electrode. Calomel electrode and silver or silver chloride or KCl electrodes are commonly used secondary reference electrodes since it is often easier to use secondary reference electrodes due to limitations of primary reference electrodes like SHE. So, നമ്മൾ primary reference electrode ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺസിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്സ് ആയിട്ടുള്ള കാലമൽ ഇലക്ട്രോഡ് അല്ലെങ്കിൽ സിൽവർ ഇലക്ട്രോഡ്, സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്, KCl ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത്. സോ കാലമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് റെഫറൻസ് ഇലക്ട്രോഡ്. ബാക്കിയുള്ള സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്സിനേക്കാൾ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് കാലമൽ ഇലക്ട്രോഡ് ആണ്. ബിക്കോസ് primary reference electrode setup, it is difficult to set up and maintain. Therefore, we use secondary reference electrode. And this is an example of metal insoluble salt or common ion electrode. അതായത് ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് മെർക്കുറിയും ഇൻസോലബിൾ സാൾട്ട് എന്ന് പറയുന്നത് മെർക്കുറസ് ക്ലോറൈഡും കോമൺ അയൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് KClഉം ആണ്. സോ നമുക്ക് ഈ ഒരു ഇലക്ട്രോഡിനെ മെറ്റൽ ഇൻസോലബിൾ സാൾട്ട് കോമൺ അയോൺ ഇലക്ട്രോഡിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ഹാവിംഗ് മെർക്കുറി അറ്റ് ദ ബോട്ടം over which a small amount of Hg2Cl2 is present in the form of a paste of mercurous chloride and a layer of KCl solution. അതായത് അടുത്ത സ്ലൈഡിൽ ഇതിൻ്റെ പിക്ചർ ഉണ്ട്. ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം പോർഷനിൽ Hg അതായത് മെർക്കുറിയും അതിന് തൊട്ട് മുകളിലുള്ള ഭാഗത്ത് പേസ്റ്റ് ഓഫ് മെർക്കുറസ് ക്ലോറൈഡും അതിന് മുകളിലുള്ള ഭാഗത്ത് KCl സൊല്യൂഷനുമാണ് ഉള്ളത്. അതിനകത്തേക്ക് ഒരു പ്ലാറ്റിനം വയർ is dipped into the Hg layer is used for making electrical contact. And the side tube is used for making electrical contact with the salt bridge. So secondary reference electrodeൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് മറ്റൊരു അൺനോൺ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നതാണ്. സോ ആ അടുത്ത ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എ സാൾട്ട് ബ്രിഡ്ജ് ആൻഡ് അവിടെ ഒരു സൈഡ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിൽ തന്നെ ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ആൻഡ് ദ ഇലക്ട്രോഡ് മേ ബി റെപ്രസെൻറ്റഡ് ആസ് Hg bar, Hg2Cl2 bar KCl. ദിസ് ഇസ് സെൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്, ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ആൻഡ് ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.2810 വോൾട്ട് ആണ്. സോ ഇതിന് കാലമൽ ഇലക്ട്രോഡിന് ആനോഡായിട്ടോ കാഥോഡായിട്ടോ ആക്ട് ചെയ്യാൻ പറ്റും. If the electrode potential of the coupled electrode is lower than the calomel electrode, then calomel electrode undergoes reduction and act as cathode. അതായത് coupled electrodeന് calomel electrodeനെക്കാട്ടിലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ calomel electrode റിഡക്ഷൻ നടക്കുകയും കാഥോഡായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് calomel electrodeനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവെങ്കിൽ it will undergo oxidation and will act as anode. അതായിരിക്കും നടക്കുന്നത്. And Nernst equation of this electrode at 25 degrees Celsius is given by ECl is equal to E0Cl minus 0.059 by 2 log Cl minus concentration of chloride ions ആണ് ഇവിടെ വരുന്നത്. KCl സൊല്യൂഷനിലെ ക്ലോറൈഡ് അയോൺസ് ആണ് വരുന്നത് കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുന്നത്. ആണ് കാലമൽ ഇലക്ട്രോണിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഈ ബോട്ടം ഭാഗത്ത് Hgയും അതിന് തൊട്ടു മുകളിലുള്ള ഭാഗത്ത് Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് പേസ്റ്റ് ഓഫ് Hg പ്ലസ് Hg2Cl2 ആൻഡ് അതിന് മണ്ടയ്ക്കുള്ളത് KCl സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ. ആൻഡ് പ്ലാറ്റിനം വൈറസ് ഡിപ്ഡ് ഇൻ ഇറ്റ് ഫോർ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. നമുക്ക് വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യാം ഇതുവഴി. ആൻഡ് സാൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് മറ്റൊരു അൺനോൺ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു അൺനോൺ ഇലക്ട്രോഡ് കണക്ട് ചെയ്യാം യൂസിങ് സാൾട്ട് ബ്രിഡ്ജ്. ആൻഡ് ഈ സൈഡിലുള്ള ഇത് in order to fill KCl.
ഈ സൈഡിലെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ഫിൽ KCl. സോ ഇതാണ് ഡയഗ്രാം. ആൻഡ് ബേസ്ഡ് ഓൺ ദ KClന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, കാലമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യും. അത് 0.1 നോർമൽ ഉള്ള KCl ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിൽ ബി 0.3335 and 1 നോർമൽ ആണെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.2810 സാച്ചുറേറ്റഡ് ആയിട്ടുള്ള KCl സൊല്യൂഷൻ ആണെങ്കിൽ 0.2422 വോൾട്ടും ആയിരിക്കും വരുന്നത്. And from the above it is seen that the potential of the calomel electrode varies with the concentration of KCl solution. And saturated calomel electrode is generally used since it is easy to set up and its EMF will not change with chemical reactions. So why saturated KCl solution is used in calomel electrode? Because it is very easy to set up and the EMF will not change under a chemical reaction le ഭാഗമായിട്ടും EMF change ചെയ്യത്തില്ല. So measurement of electrode potential using calomel electrode. It is impossible to know the absolute value of a single electrode potential because neither oxidation or reduction takes place independently. Hence, we find the relative electrode potential by coupling it with the reference electrode. So, the primary reference electrode is a normal hydrogen electrode. And here we use calomel electrode to find the electrode potential of the unknown electrode. ഇവിടെ നമ്മൾ എടുക്കുന്ന സിങ്ക് ഇലക്ട്രോഡാണ്. സിങ്ക് ഇലക്ട്രോഡും calomel ഇലക്ട്രോഡും എടുക്കുമ്പോൾ അവിടെ 1 molar zinc sulfate solution zinc electrode dip ചെയ്തിരിക്കുന്നു and is coupled with a saturated calomel electrode through a Sal bridge and the EMF of the cell is measured. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്കറിയാം ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ റിഡക്ഷൻ നടന്ന് കാഥോഡ് ആകും, ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ ഓക്സിഡേഷൻ നടന്ന് ആനോഡായി മാറും. ഹിയർ calomel ഇലക്ട്രോണിൻ്റെ സാച്ചുറേറ്റഡ് calomel ഇലക്ട്രോണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.2422 ആണ് ആൻഡ് സിങ്കിൻ്റെ ആണെങ്കിൽ -0.76 ആണ്. സോ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് calomel ഇലക്ട്രോണാണ്. സോ ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ ആൻഡ് ആക്ട്സ് ആസ് cathode and zinc reduction reaction takes place at saturated calomel electrode and zinc electron reduction potential value കുറവായതുകൊണ്ട് ഓക്സിഡേഷൻ നടന്ന് അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ Zn2+ സാൽ ബ്രിഡ്ജ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് Cl- Hg2Cl2/Hg ആണ് യൂസ് ചെയ്യുന്നത് calomel ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ. സിങ്ക് ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് ആക്ട്സ് ആസ് ആൻ ആനോഡ് ആൻഡ് Zn gives Zn2+ + 2 electrons എന്നുള്ള റിയാക്ഷൻ നടക്കുന്നു. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -0.76 ആണ്. ആൻഡ് calomel ഇലക്ട്രോഡിൽ റിഡക്ഷൻ നടക്കുന്നു, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു, അവിടെ നടക്കുന്ന റിയാക്ഷനാണിത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.242 ആണ്. ആൻഡ് സെൽ EMF ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് E0 സെൽ ഈക്വൽസ് ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. സോ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ we get E0 of a cell is equal to +1.002 വോൾട്ട്. അടുത്തൊരു കേസാണ് കോപ്പർ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടുള്ളത്. മുന്നത്തേത് സിങ്ക് ഇലക്ട്രോഡ് യൂസ് ചെയ്തായിരുന്നു, ഇവിടെ കോപ്പർ ഇലക്ട്രോഡ് ഇസ് യൂസ്ഡ്. കോപ്പർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് കോപ്പർ ഇലക്ട്രോഡ് is dipped in 1 molar copper sulfate solution. It is coupled with the saturated calomel electrode through a Sal bridge and cell EMF is measured. So the electrode having higher reduction potential will act as cathode and electrode having lower reduction potential will act as anode. ഇവിടെ reduction potential of saturated calomel electrode എന്ന് പറയുന്നത് 0.2422 ആണ് and that of copper is +0.34 ആണ്. ദാറ്റ് ഈസ് കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് calomel ഇലക്ട്രോണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെക്കാട്ടിലും വലുത്. സോ സാച്ചുറേറ്റഡ് calomel ഇലക്ട്രോഡ് will act as cathode and copper will act as anode. ആദ്യത്തെ കേസിൽ അവിടെ SCE അതായത് സാച്ചുറേറ്റഡ് calomel ഇലക്ട്രോഡ് ആനോഡായിട്ടായിരുന്നു ആക്ട് ചെയ്തിരുന്നത്. ഈ കേസിൽ അത് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ രണ്ട് എക്സാമ്പിൾ ഇറ്റ് ആക്സസ് ആനോഡ് ആൻഡ് കാഥോഡിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ കോപ്പർ ആക്ട് ആസ് ആനോഡ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആണ്, റിയാക്ഷൻ ആണിത്. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ +0.34 വോൾട്ടും calomel ഇലക്ട്രോഡ് റിഡക്ഷൻ നടക്കുന്നു, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു, അവിടുത്തെ റിയാക്ഷൻ ആണിത്. ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് ആൻഡ് അവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് +0.242 വോൾട്ട് ആണ്. സോ അടുത്തത് നമ്മൾ E0 സെല്ല് കണ്ടുപിടിക്കുന്നു.
ഇവിടെ സെൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -0.098 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓവറോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്, സെൽ റിപ്രസെൻറ്റേഷനും തന്നിട്ടുണ്ട്. സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലാസ് ഇലക്ട്രോഡ് ആണ്. സോ ഗ്ലാസ് ഇലക്ട്രോഡ് ഇസ് എ ടൈപ്പ് ഓഫ് അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ആൻഡ് മെയ്ഡ് ഓഫ് എ ഡോപ്ഡ് ഗ്ലാസ് മെംബ്രെയിൻ സെൻസിറ്റീവ് ടു എ സ്പെസിഫിക് അയോൺ. സോ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഗ്ലാസ് ട്യൂബ് ആണ്, വിച്ച് ഈസ് അതിൻ്റെ ഗ്ലാസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് അയോണിന് സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ pH മെഷർ ചെയ്യുമ്പോൾ H+ അയോൺസിനായിരിക്കും അത് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ H+ ആയിട്ടുള്ള സെലക്റ്റീവ് ഗ്ലാസ് ഇലക്ട്രോഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ സ്പെസിഫിക് അയോണിനും ഓരോ അയോൺസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് മെംബ്രെയിൻ ആയിരിക്കും ഗ്ലാസ് ഇലക്ട്രോഡിനുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് അതുകൊണ്ട് തന്നെ നമുക്കതിനെ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. And it consists of a low melting glass having a high electrical. ഇത് എല്ലാ ഗ്ലാസ് ഇലക്ട്രോഡ്സിനും സിമിലർ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഗ്ലാസ് ഇലക്ട്രോഡ് ഇസ് എ അതിലുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് ഗ്ലാസ് ആയിരിക്കണം, വിച്ച് ഇസ് ഹാവിങ് എ ഹയർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ലോ മെൽറ്റിംഗ് ഗ്ലാസും ഈ ഹയർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഈ അയോൺസിൻ്റെ എക്സ്ചേഞ്ചിന് കൂടുതൽ ഫാസ്റ്റർ ആക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ആ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. And the composition of Na2O in this glass is slightly more than the ordinary soda glass. ഇതെല്ലാം ഈ എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഫാസ്റ്റർ ആക്കാനോ ഓരോ രീതിയിലും ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പ്രോപ്പർട്ടീസും നമ്മൾ യൂസ് ചെയ്യുന്നത്. And it is a universally employed electrode for a pH measurement. And there are also specialized ion sensitive glass electrodes used for determination of concentration of lithium, sodium and ammonium ions. ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അയോൺ സെൻസിറ്റീവ് ഗ്ലാസ് ഇലക്ട്രോഡ്സ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ pH മെഷർമെൻ്റ് ആണ് നമ്മുടെ ആവശ്യം. സോ നമ്മൾ അതുകൊണ്ട് തന്നെ H+ അയോൺ സെലക്റ്റീവ് ഗ്ലാസ് ഇലക്ട്രോഡ് ആണ് ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് ഓഫ് ലോ മെൽറ്റിംഗ് ഗ്ലാസ് ഹാവിങ് ഹയർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ആൻഡ് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന ഒരു ലോങ് ഗ്ലാസ് ട്യൂബ് ആണ്, വിച്ച് ഇസ് ഹാവിങ് എ തിൻ ഗ്ലാസ് ബൾബ് ഫിൽഡ് വിത്ത് 0.1 മോളാർ HCl. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 0.1 മോളാർ HCl സൊല്യൂഷൻ ആണ്, ഡൈലൂട്ട് HCl സൊല്യൂഷൻ, H+ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഉള്ള ഒരു സൊല്യൂഷൻ. ആൻഡ് ദ ഇന്നർ സർഫസ് ഓഫ് ദി ഗ്ലാസ്, നമ്മൾ ഈ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് AgCl കോട്ടഡ് ആയിട്ടുള്ള സിൽവർ ഇലക്ട്രോഡും അല്ലെങ്കിൽ പ്ലാറ്റിനം കോട്ടഡ് ആയിട്ടുള്ള പ്ലാറ്റിനം ഇലക്ട്രോഡും ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ നമ്മുടെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്തിട്ടുള്ള സിൽവർ ഇലക്ട്രോഡും അതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്നർ സർഫസ് ഓഫ് ദ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ ഇന്നർ സർഫസ് ഈ ഇലക്ട്രോഡുമായിട്ടായിരിക്കും കോണ്ടാക്റ്റിലിരിക്കുന്നത്. ആൻഡ് ഈ ബൾബിൽ ഡൈലൂട്ട് HCl ആയിരിക്കും ഉള്ളത്. ആൻഡ് ദിസ് വൺ ഇസ് എ തിൻ ഗ്ലാസ് മെംബ്രെയിൻ. For measuring the pH of a test solution, the glass bulb is immersed in the test solution such that the outer surface of the glass bulb comes in contact with the test solution. So നമുക്ക് ഏത് സൊല്യൂഷൻ്റെ pH ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സൊല്യൂഷനിലേക്ക് നമ്മുടെ ഈ ഗ്ലാസ് ബൾബ് ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. അതായത് ഈ ഗ്ലാസ് ബൾബിൻ്റെ ഔട്ടർ സർഫസ് വിൽ ബി ഇൻ കോണ്ടാക്ട് വിത്ത് ദ ടെസ്റ്റ് സൊല്യൂഷൻ. The glass membrane functions as an ion selective membrane and an equilibrium set up between the sodium ions of the glass and H+ ions in the solutions. സോ നമ്മുടെ സൊല്യൂഷനിലുള്ള H+ അയോണും ഗ്ലാസ്സിലുള്ള സോഡിയം പ്ലസ് അയോൺസും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്യും. ഈ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ ഈ ഗ്ലാസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് അയോൺ സെലക്റ്റീവ് മെംബ്രെയിൻ. ഈ സൊല്യൂഷനും ഗ്ലാസും തമ്മിലുള്ള അയോൺസിൻ്റെ എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അയോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. സോ ആൻഡ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് H++ Na+ gives Na+ + H+. ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് നോൺസ്റ്റ് ഇക്വേഷൻ 25 ഡിഗ്രി സെൽഷ്യസിൽ എഴുതുവാണെങ്കിൽ E0 സെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ഇലക്ട്രോൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ മൈനസ് 0.0591 ബൈ 1 ലോഗ് 1 H+. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്കൊരു ആൻസർ കിട്ടും. ഫൈനലി നമുക്കൊരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. മെഷർമെൻറ്റ് ഓഫ് pH മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. Eg = E0g മൈനസ് 0.0591 ഇൻറ്റു pH. സോ നമ്മൾക്ക് ഇത് സെൽ EMFും ഗ്ലാസ് ഇലക്ട്രോൺ EMFും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് pH നമുക്ക് ആൻറ്റി ലോഗ് വെച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ഓരോ ഈ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്ലാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ EMF എന്ന് പറയുന്നത്
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.6 അല്ലെങ്കിൽ 0.5 ആണ്. ഇനി നമ്മൾ pH മെഷർ ചെയ്യാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യും. അതായത് നമ്മൾ മുന്നേ പഠിച്ച കാലമൽ ഇലക്ട്രോഡുമായിട്ട് നമുക്കിത് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലമൽ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാം, ആൻഡ് നമുക്കിതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അറിയാം, ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അറിയാം. സോ ഫൈനലി വി വിൽ ഗെറ്റ് ദി pH മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് E0 G മൈനസ് 0.0591 pH എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫൈനലി വി വിൽ ഗെറ്റ് ദി ആൻസർ. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കിവിടെ. ഇവിടെ സെൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ആനോഡും കാഥോഡുമായിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആയിട്ടുള്ള റിഡക്ഷനും ഓക്സിഡേഷനും എങ്ങനെയാണോ നടക്കുന്നത് ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾ റിഡക്ഷൻ നടക്കും, അവിടെ അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആൾ ഓക്സിഡേഷൻ നടക്കും, അവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യും. സോ ഈ സെൽ ഇക്വൽസ് ടു നമുക്കറിയാം E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡാണ്. E0 ഓഫ് കാഥോഡ് എന്ന് പറയുന്നത് എടുക്കുന്നത് എങ്ങനെയാണോ അത് വെച്ചിട്ട് ഈ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ആൻഡ് ഈ സെല്ല് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽസ് ടു c പ്ലസ് എം എക്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോമിലാണ് ഇരിക്കുന്നത്. സോ ദി ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിംഗ് ഇന്റർസെപ്റ്റ് c, സ്ലോപ്പ് m, വെൻ വി പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ EMF ആൻഡ് pH, അതായത് y ആക്സിസിലും x ആക്സിസിലും, y ആക്സിസിൽ EMFും pH x ആക്സിസിലും ആണെങ്കിൽ കോൺസ്റ്റൻസ് ആയിട്ടുള്ള c ആൻഡ് m ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ കാലിബ്രേറ്റിംഗ് ദ pH meter with 2 buffer solutions of non-pH. The intercept c equals to E0 G minus 0.2422 and the slope m equals to minus 0.059 at 25 degrees Celsius. Its value at the experimental temperature is obtained on calibration. So the pH of the test solution can be calculated by noting the E cell with test solution knowing the values of C and M. So നമുക്കിതിനെ ഒരു ഗ്രാഫ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അവിടുത്തെ സിയുടെ ഇക്വേഷൻ ആണിത്, ആൻഡ് എമ്മിൻ്റെ ഇക്വേഷൻ എം എന്ന് പറയുന്നത് മൈനസ് 0.059 ആണ് 25 ഡിഗ്രി സെൽഷ്യസിൽ. ആൻഡ് യു വിൽ ഫൈനലി ഗെറ്റ് ദ electrode potential. So with this we are winding up this video. Thank you for watching.